ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിന്റെ പ്രീവിയസ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ക്ലോസ്ഡ് സിസ്റ്റം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടു ക്ലോസ്ഡ് സിസ്റ്റം, അതായത് ഡിഫറെന്റ് ക്ലോസ്ഡ് സിസ്റ്റം പ്രോസസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് വോളിയം അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ്. നമുക്കറിയാം കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് സിസ്റ്റം ബൗണ്ടറീസ് എന്താണ്, ഇമ്മൂവബിൾ ആണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ കേസിൽ സിസ്റ്റം ബൗണ്ടറീസ് ഇമ്മൂവബിൾ ആണ്. ഇനി നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ മൈനസ് വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം വർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇന്റഗ്രൽ പി ഡി വി ആയിരിക്കും. ഇന്റഗ്രൽ പി ഡി വി ആണ് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. ഇവിടെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഡി വി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ കേസിൽ വർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ലോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് കിട്ടും. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1 to 2 നിന്ന് ഒരു പ്രോസസ്സ് നടക്കുവാണെങ്കിൽ, 1 നിന്ന് 2 ഒരു പ്രോസസ്സ് നടക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഹീറ്റ് ട്രാൻസ്ഫറിനെ, MCV T2 മൈനസ് T1 എന്ന് എഴുതാം. ഈ കേസിൽ MCV T2 മൈനസ് T1 എന്ന് എഴുതാം. CV എന്താണ്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, MCV ഡെൽറ്റ T എന്ന് എഴുതാം. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ കേസിൽ വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റത്തിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈ തന്നിരിക്കുന്നത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ കേസിലെ PV ഡയഗ്രമാണ്. 1 നിന്ന് 2 ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ PV ഡയഗ്രം എങ്ങനെയായിരിക്കും, ഈ ഒരു ഫിഗറിൽ തന്ന പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് അല്ലെങ്കിൽ ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്കറിയാം ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ മൈനസ് വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇന്റേണൽ എനർജി. ഇനി ഈ കേസിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ കേസിൽ വർക്ക് ഡൺ എന്തായിരിക്കും, നമുക്കറിയാം വർക്ക് ഡൺ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി. ഇവിടെ 1 നിന്ന് 2 ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ ഈ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, P into V2 മൈനസ് V1 എന്ന് എഴുതാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P into V2 മൈനസ് V1. ഇനി നമ്മൾ ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് P into V2 മൈനസ് V1 എന്ന് വരും. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, U2 പ്ലസ് PV2 മൈനസ് U1 പ്ലസ് PV1 എന്ന് എഴുതാം. ഇതിൽ U പ്ലസ് PV എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റേണൽ എനർജി പ്ലസ് ഫ്ലോ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, എൻതാൽപ്പിയാണ്. U പ്ലസ് PV എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, U2 പ്ലസ് PV2 എന്ന് പറഞ്ഞാൽ H2 എന്ന് എഴുതാം. U1 പ്ലസ് PV1 എന്ന് പറഞ്ഞാൽ H1 എന്ന് എഴുതാം. ഫൈനൽ എൻതാൽപ്പി മൈനസ് ഇനീഷ്യൽ എൻതാൽപ്പി, അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയും. അതായത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ കേസിൽ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് എഴുതാം. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻതാൽപ്പി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, MCP ഡെൽറ്റ T എന്ന് എഴുതാം. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എന്താണ്, MCP ഡെൽറ്റ T. CP എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താണ്, P into V2 മൈനസ് V1. Heat transfer is equal to change in enthalpy, that is equal to MCP delta T. ഇനി
ഈ കാണിച്ചിരിക്കുന്നത് പോലെയാണ് എന്തുണ്ടാവുക, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ PV ഡയഗ്രം ഉണ്ടാവും. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് 1-ൽ നിന്ന് 2-ലേക്ക് ഒരു പ്രോസസ്സ് നടക്കുമ്പോഴുള്ള PV ഡയഗ്രമാണ് ഈ തന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ്. ത്രൂ ഔട്ട് ദ പ്രോസസ് എന്തായിരിക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് 1-ൽ നിന്ന് 2-ലേക്ക് ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ T1 = T2 ആയിരിക്കും. ഇനീഷ്യൽ ടെമ്പറേച്ചർ = ഫൈനൽ ടെമ്പറേച്ചർ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇന്റേണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് U2 - U1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്സിൽ ഇന്റേണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി നമുക്കറിയാം ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ - വർക്ക് ട്രാൻസ്ഫർ = ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അങ്ങനെയാണെങ്കിൽ ഈ ഐസോതെർമൽ പ്രോസസിന്റെ കേസിൽ നമുക്ക് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്നുള്ള ടേം, അതായത് MCV ΔT എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഹീറ്റ് ട്രാൻസ്ഫർ = വർക്ക് ട്രാൻസ്ഫർ എന്ന് എഴുതാം. അതായത് ഐസോതെർമൽ പ്രോസസിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ = വർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ വർക്ക് ഡൺ, Q = W എന്ന്. ഇനി ഇവിടെ നമ്മൾ ഈ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഒരു ഇക്വേഷൻ കൂടെ ഓർത്ത് വെക്കാനുണ്ട്. Q = P1V1 log base E V2/V1. അല്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെയും കൂടി എഴുതാം, P1V1 log base E P1/P2 എന്ന് എഴുതാം. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ കേസിൽ, ഐസോതെർമൽ പ്രോസസിന്റെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ കേസിൽ ഓർത്ത് വെക്കണം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, ഐസോതെർമൽ പ്രോസസിന്റെ കേസിൽ PV ഡയഗ്രം, ഐസോതെർമൽ പ്രോസസിന്റെ PV ഡയഗ്രം. ഈ ഇക്വേഷൻ എന്താണ്, ഈ PV ഡയഗ്രത്തിൽ ഈ കർവിന്റെ ഇക്വേഷൻ എന്താണ് വരിക, PV = കോൺസ്റ്റന്റ്. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സിൽ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എന്താണ് ഗ്യാസ് ഇക്വേഷൻ, PV = mRT ആണ് ഗ്യാസ് ഇക്വേഷൻ, PV = mRT. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, PV = കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഐസോതെർമൽ പ്രോസസിന്റെ കേസിൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ വരും, PV = കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർത്ത് വെക്കാനുണ്ട്. ഈ PV = കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോമിലുള്ള ഇക്വേഷൻ ആണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ് PV = കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതൊരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയായിരിക്കും ഐസോതെർമൽ പ്രോസസിന്റെ ഗ്രാഫ്. ഐസോതെർമൽ പ്രോസസിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ കേസ്. അതായത് അതിന്റെ ഇക്വേഷൻ എന്താണ്, PV = കോൺസ്റ്റന്റ്, അതായത് XY = കോൺസ്റ്റന്റ് എന്നാണ് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ അല്ലെ. അപ്പോ എന്താണ്, PV = കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സെയിം ഇക്വേഷൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്, ഐസോതെർമൽ പ്രോസസിന്റെ ഗ്രാഫ് എന്തായിരിക്കും, ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഷേപ്പ് ആയിരിക്കും. ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് പ്രോസസ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഐസെൻട്രോപിക് പ്രോസസ് എന്ന് കൂടി പറയാം. റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസിന്റെ മറ്റൊരു പേരാണെന്ത്, ഐസെൻട്രോപിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ എന്തായിരിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. നോ ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും അഡിയബാറ്റിക് പ്രോസസ്. അതായത് Q = 0. ഈ അഡിയബാറ്റിക് പ്രോസസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് PV = കോൺസ്റ്റന്റ് എന്നാണ്. PV = കോൺസ്റ്റന്റ്. ഇതിൽ ഗാമ എന്ന് പറയുന്നത് അഡിയബാറ്റിക് ഇൻഡെക്സ്. അഡിയബാറ്റിക് ഇൻഡെക്സിനെയാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ അപ്ലൈ ചെയ്താലോ, ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം എന്തായിരുന്നു ഫസ്റ്റ് ലോ, Q - W = ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇവിടെ എന്താണ്, അഡിയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ Q = 0. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, -W = ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, വർക്ക് ഡൺ = -mCV ΔT എന്ന് എഴുതാം. അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിലെ വർക്ക് ഡൺ = -mCV ΔT. അപ്പൊ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ വർക്ക് ഡൺ ഈസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് റിഡക്ഷൻ ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. അതായത് വർക്ക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ, വർക്ക് ഡൺ നടക്കുമ്പോൾ എന്താണ്, ഇന്റേണൽ എനർജി റെഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിൽ, റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വർക്ക് ഡൺ W = P1V1 - P2V2 / ഗാമ -1.
P1V1 മൈനസ് P2V2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഇനി നമുക്ക് ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ്? PV ഈക്വൽ ടു MRT ആണ് ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV ഈക്വൽ ടു MRT. അങ്ങനെയാണെങ്കിൽ P1V1 നമുക്ക് എന്ത് എഴുതാം? MRT1 എന്ന് എഴുതാം. P2V2 MRT2 എന്ന് എഴുതാം. അപ്പോ ഈ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എങ്ങനെയും കൂടി എഴുതാം? MRT1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് എഴുതാം. MRT1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഈ തന്നിരിക്കുന്നത് അഡിയബാറ്റിക് പ്രോസസിന്റെ PV ഡയഗ്രമാണ്. PV റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതാണ് അഡിയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിൽ ഒരു ഐഡിയൽ കേസ് 1ൽ നിന്ന് 2ലേക്ക് ഒരു അഡിയബാറ്റിക് പ്രോസസ്സിലൂടെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറിന്റെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻസ് കൂടി അറിഞ്ഞിരിക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് P2 ഡിവൈഡഡ് ബൈ P1 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ V2 റേസ് ടു ഗാമ. സെക്കൻഡ് വൺ T2 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ V2 റേസ് ടു ഗാമ മൈനസ് 1. തേർഡ് വൺ T2 ബൈ T1 ഈസ് ഈക്വൽ ടു P2 ബൈ P1 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഈ 3 ഇക്വേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് എക്സാമിന് 3 വാല്യൂസ് തന്നിട്ട് നാലാമത്തെ വാല്യൂസ് അല്ലെങ്കിൽ 3 വാല്യൂസും അഡിയബാറ്റിക് ഇൻഡെക്സും തന്നിട്ട് നാലാമത്തെ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ 3 റിലേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. P2 ബൈ P1 ഈസ് ഈക്വൽ ടു V1 ബൈ V2 റേസ് ടു ഗാമ. T2 by T1 is equal to V1 by V2 raised to gamma minus 1. T2 by T1 is equal to P2 by P1 raised to gamma minus 1 divided by gamma. ഈ 3 റിലേഷൻസും ഓർത്തുവെക്കുക. ഇനി നെക്സ്റ്റ് പ്രോസസ് റിവേഴ്സിബിൾ പോളിട്രോപിക് പ്രോസസ്. ആക്ച്വൽ പ്രാക്ടീസിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സുകളും പോളിട്രോപിക് പ്രോസസ്സിന് എക്സാമ്പിൾസ് ആണ്. പോളിട്രോപിക് പ്രോസസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് PV raised to n is equal to a constant എന്നാണ്. PV raised to n is equal to a constant. ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്? പോളിട്രോപിക് ഇൻഡെക്സ്. n എന്ന് പറയുന്നത് പോളിട്രോപിക് ഇൻഡെക്സ്. നമ്മൾ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിൽ ഗാമ അഡിയബാറ്റിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താണ്? n is equal to പോളിട്രോപിക് ഇൻഡെക്സ്. ഇതിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ, പോളിട്രോപിക് പ്രോസസിന്റെ കേസിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ W is equal to P1V1 മൈനസ് P2V2 ഡിവൈഡഡ് ബൈ n മൈനസ് 1. 1ൽ നിന്ന് 2ലേക്ക് ഒരു പ്രോസസ് നടക്കുകയാണെങ്കിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താണ്? P1V1 മൈനസ് P2V2 ഡിവൈഡഡ് ബൈ n മൈനസ് 1. ഇത് നമുക്ക് എങ്ങനെ കൂടി എഴുതാം? MRT1 മൈനസ് T2 ഡിവൈഡഡ് ബൈ n മൈനസ് 1 എന്ന് കൂടി എഴുതാം. MRT1 മൈനസ് T2 ഡിവൈഡഡ് ബൈ n മൈനസ് 1. അതുപോലെ പോളിട്രോപിക് പ്രോസസിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫറിനെ നമുക്ക് വർക്ക് ട്രാൻസ്ഫറിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. Q ഈസ് ഈക്വൽ ടു ഗാമ മൈനസ് n ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു W. പോളിട്രോപിക് ഹീറ്റ് ട്രാൻസ്ഫർ Q ഈസ് ഈക്വൽ ടു adiabatic index minus polytropic index divided by adiabatic index minus 1 into polytropic work done. അതായത് Q is equal to gamma minus n divided by gamma minus 1 into W എന്ന് എഴുതാം. അതുപോലെ അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പ്രഷറും വോളിയം ടെമ്പറേച്ചറിന്റെ 3 റിലേഷൻസ് ഓർത്തു വെക്കാറുണ്ട്. അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിലെ സെയിം റിലേഷൻസ് തന്നെയാണ്. പക്ഷെ അവിടെ ഗാമയ്ക്ക് പകരം ഇവിടെ വരുന്നത് എന്തായിരിക്കും? പോളിട്രോപിക് ഇൻഡെക്സ് n ആയിരിക്കും. അതായത് P2 ഡിവൈഡഡ് ബൈ P1 ഈസ് ഈക്വൽ ടു V1 ബൈ V2 റേസ് ടു n. ആദ്യത്തെ ഇക്വേഷൻ. സെക്കൻഡ് വൺ T2 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു V1 ബൈ V2 റേസ് ടു n മൈനസ് 1. തേർഡ് വൺ T2 ബൈ T1 ഈസ് ഈക്വൽ ടു P2 ബൈ P1 റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ n. ഈ 3 റിലേഷൻസ് നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം? പോളിട്രോപിക്കിന്റെ കേസിൽ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രോസസ്സുകൾ, അതായത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ്, റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ്, ഇതൊക്കെ പോളിട്രോപിക് പ്രോസസ്സിന്റെ സ്പെഷ്യൽ കേസസ് ആണ്. അതായത് എന്നിന് ഡിഫറെന്റ് വാല്യൂസ് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രോസസ്സുകളൊക്കെ കിട്ടുന്നത്. എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ, പോളിട്രോപിക് പ്രോസസ്സിന്റെ കേസിൽ എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് PV റേസ് ടു 0 ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അതായത് പ്രഷർ കോൺസ്റ്റന്റ്. എന്നിന്റെ വാല്യൂ 0 ആകുമ്പോൾ ആ പ്രോസസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയിരിക്കും. പോളിട്രോപിക് പ്രോസസ്സിൽ എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. ഇനി എന്നിന്റെ വാല്യൂ 1 ആണെങ്കിലോ PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അതായത് ഐസോതെർമൽ പ്രോസസ്. n 0 ആണെങ്കിൽ
പ്രഷർ പ്രോസസ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, N1 ആണെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്. ഇനി N ഈസ് ഈക്വൽ ടു ഗാമ ആണെങ്കിൽ, Nന്റെ വാല്യൂ അഡിയബാറ്റിക് ഇൻഡെക്സ് ആണെങ്കിൽ PV ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അത് എന്ത് പ്രോസസ് ആണ്? റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ് ആണ്. Nന്റെ വാല്യൂ ഗാമ വരുവാണെങ്കിൽ എന്താണ്? റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്. ഇനി N ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം. N ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, N ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഐസോതെർമൽ പ്രോസസ്, N ഈസ് ഈക്വൽ ടു ഗാമ ആണെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്, N ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. ഇനി നമ്മൾ പറഞ്ഞ ഈ 4 പ്രോസസ്സുകളുടെയും PV ഡയഗ്രവും TS ഡയഗ്രവുമാണ് ഈ തന്നിരിക്കുന്നത്. PV ഡയഗ്രത്തിൽ ഐസോ ബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്, ഐസെൻട്രോപിക് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്. ഇത് 4 നമ്മൾ PV ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ TS ഡയഗ്രം, അതായത് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിലാണ് ഈ സെക്കൻഡ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഐസോതെർമൽ. ഈ ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് ഐസോ ബാറിന്റെ ഗ്രാഫാണ് അല്ലെങ്കിൽ ഐസോ ബാറിക് പ്രോസസിന്റെ ഗ്രാഫാണ്. നെക്സ്റ്റ് വൺ ഐസോകോറിക് പ്രോസസ്, ഐസെൻട്രോപിക് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്. അപ്പോൾ ഈ TS ഡയഗ്രവും PV ഡയഗ്രവും മനസ്സിലാക്കിയിരിക്കുക. ഓരോ പ്രോസസ്സിന്റെയും TS ഡയഗ്രവും PV ഡയഗ്രവും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രോസസ്സുകൾ കോൺസ്റ്റന്റ് വോളിയം, കോൺസ്റ്റന്റ് പ്രഷർ, ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, പോളിട്രോപിക് പ്രോസസ്, ഇതിന്റെയൊക്കെ കേസിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ റിലേഷൻസ്, വർക്ക് ഡൺ, ഇന്റേണൽ എനർജി, ഹീറ്റ് ട്രാൻസ്ഫർ, ഇതെല്ലാം ഒരു ടേബിളിലാക്കിയിട്ട് ഒന്നിച്ച് തന്നിരിക്കുകയാണ് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട്. അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷനെ പറ്റി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ വാക്വത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്യാസിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പാൻഷൻ നമുക്ക് എന്ത് പറയാം? ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയാം. ഇവിടെ ഫ്രീ എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് വാക്വം ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വർക്ക് ഡൺ 0 ആയിരിക്കും. സിസ്റ്റം വെൽ ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നോ ഹീറ്റ് ഫ്ലോ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? അതൊരു അഡിയബാറ്റിക് പ്രോസസ് ആണെന്ന് പറയാം. ഫ്രീ എക്സ്പാൻഷൻ വർക്ക് ഡൺ 0 ആണ്, അതൊരു അഡിയബാറ്റിക് പ്രോസസ് ആണ്. കൂടാതെ ഇറിവേഴ്സിബിൾ പ്രോസസ്സും കൂടിയാണ്. ഫ്രീ എക്സ്പാൻഷന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ടത് വർക്ക് ഡൺ 0 ആണ്, അഡിയബാറ്റിക് പ്രോസസ് ആണ്, ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ലോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ Q മൈനസ് W ഇസ് ഈക്വൽ ടു U2 മൈനസ് U1, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ മൈനസ് വർക്ക് ട്രാൻസ്ഫർ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറും 0 ആണ്, വർക്ക് ട്രാൻസ്ഫറും 0 ആണ്. അപ്പോഴെന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയും 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫ്രീ എക്സ്പാൻഷനിലെ ഫൈനൽ ഇന്റേണൽ എനർജിയും ഇനീഷ്യൽ ഇന്റേണൽ എനർജിയും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഫ്രീ എക്സ്പാൻഷനിലെ ഫൈനൽ ഇന്റേണൽ എനർജിയും ഇനീഷ്യൽ ഇന്റേണൽ എനർജിയും സെയിം ആണ്. അല്ലെങ്കിൽ ഫൈനൽ ടെമ്പറേച്ചറും ഇനീഷ്യൽ ടെമ്പറേച്ചറും എന്താണ്? സെയിം ആണ്. ഇപ്പൊ ഫ്രീ എക്സ്പാൻഷന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ടത് വർക്ക് ട്രാൻസ്ഫർ 0 ആണ്, ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്, അഡിയബാറ്റിക് പ്രോസസ് ആണ്, ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. അതുപോലെ ഫൈനൽ ഇന്റേണൽ എനർജിയും ഇനീഷ്യൽ ഇന്റേണൽ എനർജിയും എന്താണ്? ഈക്വൽ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ ടു ഓപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോൾ വോളിയം സിസ്റ്റം. നമ്മൾ ഇതുവരെ ഫസ്റ്റ് ലോ ഫോർ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ കേസുകളാണ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലോ ഫോർ ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അവിടെ മാസ് ട്രാൻസ്ഫർ ഉണ്ടാവും, എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും. കൺട്രോൾ സർഫസിന് അക്രോസ് ആയിട്ട്, സിസ്റ്റം ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് മാസ് ട്രാൻസ്ഫർ ഉണ്ടാവും, മാസ് എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും. അതായത് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു ഫിക്സഡ് കൺട്രോൾ വോളിയത്തിലാണ്. ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ കേസിൽ നമ്മളൊരു ഫിക്സഡ് മാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ്? കൺട്രോൾ വോളിയമാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് മാസ് ഫ്ലോ റേറ്റ് ആണ്. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്താണ്? ഒരു ഫിക്സഡ് മാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ഓപ്പൺ സിസ്റ്റം പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സ്റ്റഡി ഫ്ലോ പ്രോസസ്. എന്താണ് ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ് എന്ന് പറയുന്നത്? ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിന്റെ കേസിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ച് ആൾട്ടർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ പ്രോസസ്സിന് എന്ത് പറയാം? സ്റ്റഡി ഫ്ലോ പ്രോസസ് എന്ന് പറയാം. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്
ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഒരു പ്രോസസ്സിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സ് എന്ന് പറയാം. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം, ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസും റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജിയും, കൺട്രോൾ സർഫസിന് അക്രോസ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസും റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജിയും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയും നമുക്ക് പറയാം. അതായത് കൺട്രോൾ സർഫസിനുള്ളിലുള്ള മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും, കൺട്രോൾ സർഫസിനുള്ളിലുള്ള എനർജിയും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മളൊരു ജനറൽ സിസ്റ്റത്തിന്റെ കേസിൽ, ഒരു ഓപ്പൺ സിസ്റ്റത്തിന്റെ ജനറൽ സിസ്റ്റത്തിന്റെ കേസിൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇതൊരു ടർബൈൻ ആണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഈ കൺട്രോൾ സർഫസിന് ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന മാസ്, അതായത് ഡെൽറ്റ എം സി വി എന്ന് പറയുന്നത് എന്തായിരിക്കും, മാസ് അറ്റ് ഇൻലെറ്റ് മൈനസ് മാസ് അറ്റ് ഔട്ട്ലെറ്റ് ആയിരിക്കും. മാസ് അറ്റ് ഇൻലെറ്റ് മൈനസ് മാസ് അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൺട്രോൾ സർഫസിനുള്ളിലുണ്ടാകുന്ന ചേഞ്ച് ഇൻ മാസിന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഇൻലെറ്റ് മൈനസ് മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഇൻസൈഡ് കൺട്രോൾ വോളിയം എന്ന് പറയും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒരു ജനറൽ ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ. മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഇൻലെറ്റ് മൈനസ് മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഇൻസൈഡ് കൺട്രോൾ വോളിയം. ഇനി ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിലേക്ക് വരാം. നമുക്കറിയാം ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൽ എന്താണ്, മാസും ബാലൻസ്ഡ് ആണ്, എനർജിയും ബാലൻസ്ഡ് ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഇൻസൈഡ് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ കൺട്രോൾ വോളിയത്തിനുള്ളിലുള്ള മാസിന്റെ ചേഞ്ച്, ടൈമിനനുസരിച്ചിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഡി എം സി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് നമുക്ക് എന്ത് എഴുതാം, 0 എന്ന് എഴുതാം. അതായത് ഡി എം ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസ് അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസ് അറ്റ് ഔട്ട്ലെറ്റ് എന്ന് കിട്ടും. സ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ മാസ് ബാലൻസ് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസ് അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസ് അറ്റ് ഔട്ട്ലെറ്റ്. അത് നമുക്ക് എങ്ങനെയും കൂടി എഴുതാം. ഇപ്പോൾ ഇൻലെറ്റ് 1 ഔട്ട്ലെറ്റ് 2 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ρ1 a1 v1 ഈസ് ഈക്വൽ ടു ρ2 a2 v2 എന്ന് എഴുതാം. ഇതിൽ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, എ ഏരിയയാണ്, വി വെലോസിറ്റി ആണ്. ρ1 a1 v1 ഈസ് ഈക്വൽ ടു ρ2 a2 v2 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൽ കൺട്രോൾ സർഫസിന് അല്ലെങ്കിൽ കൺട്രോൾ വോളിയത്തിനുള്ളിലുള്ള മാസ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് 0 ആണ്. അല്ലെങ്കിൽ കൺട്രോൾ വോളിയത്തിനുള്ളിൽ മാസ് അക്യുമുലേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ഇനി നെക്സ്റ്റ് എനർജി ബാലൻസ്. സ്റ്റഡി ഫ്ലോ പ്രോസസ്സിലെ മാസ് ബാലൻസ് നമ്മൾ പറഞ്ഞു. ഇനി എനർജി ബാലൻസ്. എനർജി ബാലൻസ് എന്തായിരുന്നു, കൺട്രോൾ സർഫസിനുള്ളിലുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഡി ഇ ബൈ ഡി ടി. അതായത് എനർജി ഇൻസൈഡ് കൺട്രോൾ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം, ചേഞ്ച് ഇൻ എനർജി ഇൻസൈഡ് കൺട്രോൾ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് എന്താണ്, 0 ആയിരിക്കും സ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എനർജി അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു എനർജി അറ്റ് ഔട്ട്ലെറ്റ്. എമൗണ്ട് ഓഫ് എനർജി എൻറ്ററിങ് ഇൻ ടു ദ സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് എനർജി ലീവിംഗ് ഫ്രം ദ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇ ഐ ഈസ് ഈക്വൽ ടു ഇ എന്ന് എഴുതാം നമുക്ക്. അതായത് എനർജി അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു എനർജി അറ്റ് എക്സിറ്റ് അല്ലെങ്കിൽ എനർജി അറ്റ് ഔട്ട്ലെറ്റ് എന്ന് നമുക്ക് പറയാം സ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിലെ എനർജി ബാലൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി. ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി എന്തായിരിക്കും, ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ കേസിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ എനർജിക്ക് 3 പാർട്ടാണ് ഉണ്ടാവുക. ഒരു സിമ്പിൾ കംപ്രസിബിൾ സിസ്റ്റത്തിലെ ടോട്ടൽ എനർജിക്ക് 3 പാർട്ടാണ് ഉണ്ടാവുക. ഇന്റേണൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇതിൽ ഇന്റേണൽ എനർജി നമുക്ക് യു വെച്ച് റെപ്രസെന്റ് ചെയ്യാം. കൈനറ്റിക് എനർജി എന്താണ്, mv²/2. പൊട്ടൻഷ്യൽ എനർജി mg(z). അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എനർജി ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി യു പ്ലസ് കൈനറ്റിക് എനർജി mv²/2 പ്ലസ് പൊട്ടൻഷ്യൽ എനർജി mg(z) എന്ന് കിട്ടും. ഫോർ യൂണിറ്റ് മാസിന്റെ കേസിലാണെങ്കിലോ എനർജി ഈസ് ഈക്വൽ ടു സ്മോൾ യു പ്ലസ് v²/2 പ്ലസ് gz എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ എനർജി നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റേണൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി.
ഇനി നമ്മൾ ഒരു ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ വർക്ക് ഡൺ പറയുകയാണെങ്കിൽ ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ 2 ടൈപ്പ് വർക്ക് ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ വർക്കും മറ്റൊന്ന് ഫ്ലോ വർക്കും. എക്സ്റ്റേണൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് വർക്ക്, എക്സ്റ്റേണൽ ആയിട്ട് സിസ്റ്റത്തിൽ ചെയ്യുന്ന ഷാഫ്റ്റ് വർക്കിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഫ്ലോ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺട്രോൾ വോളിയത്തിലൂടെ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ റിക്വയർഡ് ആയിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ വർക്ക് എന്ന് പറയുന്നത്. കൺട്രോൾ വോളിയത്തിലൂടെ കണ്ടിന്യൂസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ റിക്വയർഡ് ആയിട്ടുള്ള വർക്കാണ് എന്ത്, ഫ്ലോ വർക്ക്. ഫ്ലോ വർക്കിന് നമുക്ക് എന്ത് എഴുതാം, നമ്മൾ ഓൾറെഡി ഫ്ലോ വർക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് പറഞ്ഞപ്പോൾ ഫ്ലോ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലോ വർക്കിന്റെ ഇക്വേഷൻ എന്താണ്, ഫ്ലോ വർക്ക് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു സ്പെസിഫിക് വോളിയം. പ്രഷർ ഇൻറ്റു വോളിയം ആണ് എന്ത്, ഫ്ലോ വർക്കിന്റെ ഇക്വേഷൻ. അതായത് നമുക്ക് പി ഇൻറ്റു വി എന്ന് എഴുതാം. ഫ്ലോ വർക്ക് പി ഇൻറ്റു വി എന്ന് എഴുതാം. ഈ ഫ്ലോ വർക്ക് നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതായത് ഫ്ലോ വർക്ക് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. ഫ്ലോ വർക്കിന്റെ ഇക്വേഷൻ എന്താണ്, പ്രഷർ ഇൻറ്റു സ്പെസിഫിക് വോളിയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലോയിങ് ഫ്ലൂയിഡിന് ഒരു അഡീഷണൽ എനർജിയും കൂടി ഉണ്ടാവും. അതാണ് ഫ്ലോ വർക്ക്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഫ്ലോയിങ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുകയും ഡീവിയേയും ചെയ്യുന്ന ഫ്ലൂയിഡിന് ഒരു അഡീഷണൽ എനർജിയും കൂടി ഉണ്ടാവും. എന്താണ്, ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ ഫ്ലോ വർക്ക് പി വി. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്ലോ വർക്ക് പ്ലസ് ഇന്റേണൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതായത് പി വി പ്ലസ് യു പ്ലസ് വി സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെറ്റ് ആയിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. പി വി പ്ലസ് യു പ്ലസ് വി സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെറ്റ്. ഇനി ഇതില് ഈ പി വി പ്ലസ് യു, ഈ ഇക്വേഷനിൽ പി വി പ്ലസ് യു എന്നുള്ള ടേമിനെ നമ്മൾ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്, എൻതാൽപി. അതായത് ഫ്ലോ വർക്ക് പ്ലസ് ഇന്റേണൽ എനർജി നമ്മൾ പറയുന്നതാണ് എന്ത്, എൻതാൽപി. എൻതാൽപി ഒരു കോമ്പിനേഷൻ പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഫ്ലോ വർക്ക് പ്ലസ് ഇന്റേണൽ എനർജി എന്നുള്ള കോമ്പിനേഷൻ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എൻതാൽപി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എച്ച് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ വരും, എനർജി ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെറ്റ് എന്ന് കിട്ടും. എനർജി എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെറ്റ് എന്ന് കിട്ടും. ഫോർ എം മാസിന്റെ കേസിൽ, ഇത് യൂണിറ്റ് മാസിന്റെ കേസാണ്. എം മാസിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം എച്ച് പ്ലസ് എം വി സ്ക്വയർ പ്ലസ് എം ജി സെറ്റ് എന്ന് കിട്ടും. ടോട്ടൽ എനർജി എം എച്ച് പ്ലസ് എം വി സ്ക്വയർ ബൈ 2 പ്ലസ് എം ജി സെറ്റ്. ഇനി സ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചേഞ്ച് ഓഫ് എനർജി ഇൻസൈഡ് കൺട്രോൾ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതായത് എനർജി അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു എനർജി അറ്റ് എക്സിറ്റ്. ഇവിടെ ഈ ഒരു സ്റ്റഡി ഫ്ലോ ഡിവൈസ് കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മുടെ കൺട്രോൾ വോളിയം. കൺട്രോൾ വോളിയത്തിലേക്ക് ഇൻലെറ്റ് ആണ് ഈ 1122 ആണ് ഔട്ട്ലെറ്റ്. ഇതിലേക്കുള്ള ഒരു ഹീറ്റ് അഡീഷൻ ആണ് ഡി ക്യൂ ബൈ ഡി ടി. സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഡണിന്റെ റേറ്റ് ആണ് ഡി എക്സ് ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ ഈ എനർജി അറ്റ് 11 അല്ലെങ്കിൽ എനർജി അറ്റ് ഇൻലെറ്റ് നമുക്ക് എന്ത് എഴുതാം, എം എച്ച് 1 പ്ലസ് എം വി 1 സ്ക്വയർ ബൈ 2 പ്ലസ് എം ജി സെറ്റ് 1 പ്ലസ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു എം എച്ച് 2 പ്ലസ് എം വി 2 സ്ക്വയർ ബൈ 2 പ്ലസ് എം ജി സെറ്റ് 2 പ്ലസ് വർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡബ്ല്യു എന്ന് എഴുതാം. അതായത് എം എച്ച് 1 പ്ലസ് എം വി 1 സ്ക്വയർ ബൈ 2 പ്ലസ് എം ജി സെറ്റ് 1 പ്ലസ് ക്യൂ പ്ലസ് എം എച്ച് 2 പ്ലസ് എം വി 2 സ്ക്വയർ ബൈ 2 പ്ലസ് എം ജി സെറ്റ് 2 പ്ലസ് ഡബ്ല്യു. ഇതിൽ ഹീറ്റ് ട്രാൻസ്ഫറിനെയും വർക്ക് ട്രാൻസ്ഫറിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം, ക്യൂ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ഇൻറ്റു സെറ്റ് 2 മൈനസ് സെറ്റ് 1 പ്ലസ് വി 2 സ്ക്വയർ മൈനസ് വി 1 സ്ക്വയർ ബൈ 2 പ്ലസ് എച്ച് 2 മൈനസ് എച്ച് 1. ഈ ഇക്വേഷനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ എൻ ഓപ്പൺ സിസ്റ്റം. Q minus W is equal to M into G into Z2 minus Z1 plus V1 square minus V2 square minus V1 square by 2 plus H2 minus H1. ഇനി യൂണിറ്റ് മാസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, Q minus W is equal to G into Z2 minus Z1 plus V2 square minus V1 square by 2 plus H2 minus H1 എന്ന് എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാനുണ്ട്. അതുപോലെ ഇത് വെച്ചിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഈ സ്റ്റഡി ഫ്ലോ ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഫോം കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടി മനസ്സിലാക്കിയിരിക്കുക. ഡിഫറൻഷ്യൽ ഫോമിലാണെങ്കിൽ നമുക്ക് എന്തെഴുതാം,
ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ക്യൂ മൈനസ് ഡെൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ജി ഡി സെറ്റ് പ്ലസ് വി ഡി വി പ്ലസ് ഡി എച്ച് എന്ന് എഴുതാം. ഇതാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഫോമിലുള്ള ഇക്വേഷൻ. ഡെൽ ക്യൂ മൈനസ് ഡെൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ജി ഡി സെറ്റ് പ്ലസ് വി ഡി വി പ്ലസ് ഡി എച്ച്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ. അതായത് കുറച്ച് ഇമ്പോർട്ടന്റ് ഡിവൈസിന്റെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമുക്കറിയാം. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ടർബൈൻ, കംപ്രസർ, നോസിൽ ആൻഡ് ഡിഫ്യൂസർ, ത്രോട്ട്ലിംഗ് ഡിവൈസ്. ഇത്രയും ഡിവൈസിന്റെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനാണ്. അടുത്തത് ടർബൈൻ. ടർബൈൻ നമുക്കറിയാം എന്താണ്? പവർ പ്രൊഡ്യൂസിങ് ഡിവൈസ് ആണ്. അതായത് ഒരു പോസിറ്റീവ് വർക്ക് ചെയ്ത് തരുന്ന ഡിവൈസ് ആണ് എന്ത്? ടർബൈൻ എന്ന് പറയുന്നത്. ഇവിടെ ടർബൈൻ്റെ കേസിൽ നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ടർബൈൻ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും നെഗ്ലക്ട് ചെയ്യാം. V1 ഇൻലെറ്റ് വെലോസിറ്റിയും എക്സിറ്റ് വെലോസിറ്റിയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതുകൊണ്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സെയിം ഡാറ്റം ആയതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചും നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കണ്ടീഷൻസ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എങ്ങനെ വരും? പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് Q എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ വരുന്നത് മൈനസ് W. പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? നെഗ്ലക്ട് ചെയ്യാം. കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈനലി ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എങ്ങനെ വരും? മൈനസ് W ഇസ് ഈക്വൽ ടു H2 മൈനസ് H1 എന്ന് വരും. ടർബൈൻ്റെ കേസിൽ മൈനസ് W ഇസ് ഈക്വൽ ടു H2 മൈനസ് H1. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? W ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു H1 മൈനസ് H2 എന്ന് എഴുതാം. W ഇസ് ഈക്വൽ ടു H1 മൈനസ് H2. അതാണ് ടർബൈൻ്റെ കേസിൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് കംപ്രസർ നമുക്ക് അറിയാം എന്താണ്? ഒരു പവർ കൺസ്യൂമിങ് ഡിവൈസ് ആണ്. അതായത് അവിടെ എന്തായിരിക്കും? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയിരിക്കും. ഇവിടെയും നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. അതായത് ഇൻലെറ്റ് വെലോസിറ്റി ഓൾമോസ്റ്റ് ഈക്വൽ ടു എക്സിറ്റ് വെലോസിറ്റി ആയിരിക്കും. പിന്നെ ഡാറ്റം സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചും നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനിൽ Q എന്തായിരിക്കും? പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് 0 ആയിരിക്കും. കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, അതും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താണ്? മൈനസ് W ഇസ് ഈക്വൽ ടു H2 മൈനസ് H1. ഇവിടെ W എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. അതുകൊണ്ട് W മൈനസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് W എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കംപ്രസറിന്റെ കേസിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് W ഇസ് ഈക്വൽ ടു H2 മൈനസ് H1. ഇതാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. കംപ്രസറിന്റെ കേസിൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? W ഇസ് ഈക്വൽ ടു H2 മൈനസ് H1. W ഇസ് ഈക്വൽ ടു H2 മൈനസ് H1. ഇത് തന്നെയാണ് പമ്പിന്റെ കേസിലും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ടർബൈൻ്റെ കേസിലാണെങ്കിൽ W ഇസ് ഈക്വൽ ടു H1 മൈനസ് H2. കംപ്രസറിന്റെ കേസിലാണെങ്കിൽ W ഇസ് ഈക്വൽ ടു H2 മൈനസ് H1. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഡിവൈസ് നോസിൽ ആൻഡ് ഡിഫ്യൂസർ. നോസിലിന്റെയും ഡിഫ്യൂസറിന്റെയും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. നമുക്കറിയാം നോസിൽ എന്തിനാണ്? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഡിവൈസ് ആണ് നോസിൽ എന്ന് പറയുന്നത്. പ്രഷർ ഡ്രോപ്പിന്റെ എക്സ്പെൻസിൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഡിവൈസ് ആണ് നോസിൽ. ഡിഫ്യൂസർ എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയുടെ എക്സ്പെൻസിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഡിഫ്യൂസർ. ഇവിടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നോസിൽ ആൻഡ് ഡിഫ്യൂസർ ആർ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ്. സിസ്റ്റം എന്താണ്? പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി നെഗ്ലക്റ്റഡ്. വർക്ക് ഡൺ ബൈ ദ നോസിൽ അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഡിഫ്യൂസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നോസിലിന്റെ കേസിൽ ഇൻലെറ്റ് വെലോസിറ്റി എക്സിറ്റ് വെലോസിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? വളരെ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻലെറ്റ് വെലോസിറ്റി V1 നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എങ്ങനെ വരും? പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. പൊട്ടൻഷ്യൽ എനർജിയിലുണ്ടാകുന്ന ചേഞ്ച് നെഗ്ലക്ട് ചെയ്യാം. ഈ V1 എന്നുള്ള ക്വാണ്ടിറ്റി നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരും? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ V2 സ്ക്വയർ ബൈ 2 പ്ലസ് H2 മൈനസ് H1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും.
V2² + H2 - H1 = 0 എന്ന് കിട്ടും. അത് നമുക്ക് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. H1 = H2 + V2²/2. നോസിലിന്റെ കേസിൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ H1 = H2 + V2²/2. ഇതിൽ നിന്ന് നമുക്ക് ഈ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എക്സിറ്റിന്റെ കിട്ടും. V2 = √2 × H1 - H2. വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എക്സിറ്റ് V2 = എന്താണ്? √2 × H1 - H2. ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക നോസിലിന്റെ കേസിൽ. V2 = √2 × H1 - H2. ഇനി നെക്സ്റ്റ് ഡിവൈസ് ത്രോട്ട്ലിംഗ് ഡിവൈസ്. എന്താണ് ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത്? ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ത്രൂ സം റെസ്ട്രിക്റ്റഡ് പാസേജ്. ഒരു റെസ്ട്രിക്റ്റഡ് പാസേജിലൂടെയുള്ള ഫ്ലൂയിഡ് ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത്. അതായത് വാൽവ്, ഓറിഫൈസ്, കോറസ് പ്ലഗ് ഇതുപോലെയുള്ള ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട് ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത്. ഈ റെസ്ട്രിക്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ത്രോട്ട്ലിംഗ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. വാൽവ് അല്ലെങ്കിൽ ഓറിഫൈസ്, കാപ്പിലറി ട്യൂബ് ഇതൊക്കെ എന്താണ്? ത്രോട്ട്ലിംഗ് ഡിവൈസിന് എക്സാമ്പിൾ. ഇനി ഇവിടെ ത്രോട്ട്ലിംഗ് ഡിവൈസിന്റെ കേസിൽ നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്, അതായത് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് സിസ്റ്റം ആണ്. വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 0 ആണ്. വർക്ക് ഡൺ അവിടെ എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ 0, വർക്ക് ട്രാൻസ്ഫർ 0, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി 0, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ത്രോട്ട്ലിംഗിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? H2 - H1 = 0 എന്ന് പറയാം. ത്രോട്ട്ലിംഗ് ഡിവൈസിന്റെ കേസിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? H1 = H2, അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പി 0. അതാണ് അതിന്റെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. H1 = H2. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐസെൻതാൽപിക് പ്രോസസ്സാണ്. ത്രോട്ട്ലിംഗ് ഒരു ഐസെൻതാൽപിക് പ്രോസസ്സാണ്. അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് കൂടിയാണ്. ത്രോട്ട്ലിംഗ് എന്താണ്? ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് കൂടിയാണ്. ഇനി ഈ ത്രോട്ട്ലിംഗിന്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ത്രോട്ട്ലിംഗ് എന്താണ്? ഐസെൻതാൽപിക് പ്രോസസ്സാണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. പിന്നെ ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ റിയൽ ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അത് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് മ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. റിയൽ ഗ്യാസിന്റെ കേസിൽ ത്രോട്ട്ലിംഗിൽ, അതായത് ഐസെൻതാൽപിക് എക്സ്പാൻഷന്റെ കേസിൽ എന്താണ്? ടെമ്പറേച്ചർ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് മ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഈ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് മ്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്? കൂളിംഗ് ഓഫ് ഗ്യാസ് ആണ്. അതായത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. മ്യൂ നെഗറ്റീവ് ആണെങ്കിൽ, ഈ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നടക്കുന്നത് ഹീറ്റിംഗ് ഓഫ് ഗ്യാസ് ആണ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഐസെൻതാൽപിക് പ്രോസസ്സിന്റെ കേസിൽ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് ആണ്. റിയൽ ഗ്യാസ് ആണെങ്കിൽ അത് ജൂൾ തോംസൺ കോഎഫിഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ സ്റ്റഡി ഫ്ലോ പ്രോസസ്, അതായത് വർക്ക് ഡൺ ബൈ ഓപ്പൺ സിസ്റ്റം. നമ്മൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ കേസിൽ എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഇന്റഗ്രൽ 1 to PdV. അതുപോലെ ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 to 2 ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? -1 to 2 VdP ആയിരിക്കും. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താണ്? -1 to 2 VdP. അതായത് ഒരു PV ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയാണ് വർക്ക് ഡണ്ണിന്റെ ഗ്രാഫ് ഉണ്ടാവുക. അതായത് ഏരിയ അണ്ടർ PV ഡയഗ്രാം വെൻ പ്രൊജക്റ്റഡ് ഓൺ പ്രഷർ ആക്സിസ്. പ്രഷർ ആക്സിസിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് ഡൺ ബൈ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ കേസിൽ എന്തായിരുന്നു? ഏരിയ അണ്ടർ PV ഡയഗ്രാം എവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ? വോളിയം ആക്സിസിലേക്കാണ് ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? പ്രഷർ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏരിയ അണ്ടർ കർവാണ് ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിലെ വർക്ക് ഡൺ. അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക, -1 to 2 VdP. ഇനി നെക്സ്റ്റ് അൺസ്റ്റഡി ഫ്ലോ സിസ്റ്റംസ്. നമ്മൾ സ്റ്റഡി ഫ്ലോ സിസ്റ്റവും സ്റ്റഡി ഫ്ലോ ഇക്വേഷനും പറഞ്ഞു. ഇനി എന്താണ് അൺസ്റ്റഡി ഫ്ലോ സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു അൺസ്റ്റഡി ഫ്ലോ പ്രോസസ് ആണെന്ന് പറയും. അതായത് ഒരു കൺട്രോൾ വോളിയത്തിനുള്ളിലുള്ള മാസ് അല്ലെങ്കിൽ എനർജി, അല്ലെങ്കിൽ മാസും എനർജിയും
ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എനർജി ട്രാൻസ്ഫറും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു അൺസ്റ്റഡി ഫ്ലോ പ്രോസസ് ആണെന്ന് പറയാം. ഐദർ മാസ് ഓർ എനർജി ഓർ ബോത്ത് ഇൻസൈഡ് ദ കൺട്രോൾ വോളിയം ചേഞ്ച് വിത്ത് ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു അൺസ്റ്റഡി ഫ്ലോ പ്രോസസ് ആണെന്ന് പറയാം. ഇനി ഈ അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ കൺസർവേഷൻ ഓഫ് മാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇതാണ് ഇൻലെറ്റ്, ഇതാണ് എക്സിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ കൺസർവേഷൻ ഓഫ് മാസ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് എൻറ്ററിംഗ് ദ കൺട്രോൾ വോളിയം ഇൻ ടൈം ഡി ടി മൈനസ് മാസ് ലീവിംഗ് ദ കൺട്രോൾ വോളിയം ഇൻ ടൈം ഡി ടി ഈസ് ഈക്വൽ ടു നെറ്റ് ചേഞ്ച് ഇൻ മാസ് ഇൻ കൺട്രോൾ വോളിയം ഇൻ ടൈം ഡി ടി. അതായത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസ് അറ്റ് ഇൻലെറ്റ് മൈനസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസ് അറ്റ് എക്സിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് ചേഞ്ച് ഇൻ മാസ് ഇൻസൈഡ് കൺട്രോൾ വോളിയം ഇൻ ടൈം ഡി ടി എന്ന് കിട്ടും. ഇവിടെ ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇതിന്റെ ഇൻലെറ്റിനെ നമ്മൾ ഐ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, എക്സിറ്റിനെ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്, അതായത് കൺട്രോൾ വോളിയത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് 1. കൺട്രോൾ വോളിയത്തിന്റെ ഫൈനൽ സ്റ്റേറ്റ്, അതായത് മാസ് ലീവ് ചെയ്യുകയോ എൻ്റർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാലുള്ള ഫൈനൽ സ്റ്റേറ്റ് ആണ് 2. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ വോളിയത്തിനുള്ളിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസിനെ നമുക്ക് എന്ത് എഴുതാം? dm/dt is equal to rate of flow of mass at inlet minus rate of flow of mass at exit എന്ന് എഴുതാം. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? മാസ് അറ്റ് ഫൈനൽ സ്റ്റേറ്റ് m2 മൈനസ് മാസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് m1 ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? dm/dt is equal to mi minus me is equal to m2 minus m1 എന്ന് എഴുതാം. അതായത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ കൺട്രോൾ വോളിയത്തിനുള്ളിൽ എന്തുണ്ടാവും? ഒരു മാസ് അക്യുമുലേഷൻ ഉണ്ടാവും. സ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ എന്താണ്? മാസ് അക്യുമുലേഷൻ ഉണ്ടാവുന്നില്ല. കൺട്രോൾ വോളിയത്തിനുള്ളിലുള്ള മാസ് അക്യുമുലേഷൻ 0 ആണ്. ഇവിടെ എന്തുണ്ടാവും? അവിടെ ഒരു മാസ് അക്യുമുലേഷൻ ഉണ്ടാവും. ഇനി ഈ അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് എനർജി ഇന്ററാക്ഷൻ അക്രോസ് ദ ബൗണ്ടറി ഇൻ ടൈം ഡി ടി പ്ലസ് എനർജി എൻറ്ററിംഗ് ഇൻ ടു ദ കൺട്രോൾ വോളിയം ഇൻ ടൈം ടി ടി മൈനസ് എനർജി ലീവിംഗ് ഔട്ട് ഓഫ് ദ കൺട്രോൾ വോളിയം ഇൻ ടൈം ടി ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ എനർജി ഇൻ കൺട്രോൾ വോളിയം ഇൻ ടൈം ടി. അതായത് നെറ്റ് എനർജി ഇന്ററാക്ഷൻ അക്രോസ് ദ ബൗണ്ടറി ഇൻ ടൈം ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ മൈനസ് വർക്ക് ട്രാൻസ്ഫർ. ഇനി റേറ്റ് ഓഫ് എനർജി എൻറ്ററിംഗ് ഇൻ ടു ദ കൺട്രോൾ വോളിയം സിഗ്മ ഇ ഐ മൈനസ് റേറ്റ് ഓഫ് എനർജി എക്സിറ്റിംഗ് ഫ്രം ദ കൺട്രോൾ വോളിയം, അതായത് ലീവിംഗ് ദ കൺട്രോൾ വോളിയം സിഗ്മ ഇ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി ഇൻസൈഡ് കൺട്രോൾ വോളിയം ഇതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Q മൈനസ് ഡബ്ല്യു പ്ലസ് സിഗ്മ എം ഐ ഇൻറ്റു എച്ച് ഐ പ്ലസ് വി ഐ സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെറ്റ് ഐ മൈനസ് സിഗ്മ എം ഇ എച്ച് ഇ പ്ലസ് വി ഇ സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ എനർജി ഓഫ് കൺട്രോൾ വോളിയം മൈനസ് ഇനീഷ്യൽ എനർജി ഓഫ് കൺട്രോൾ വോളിയം. ഫൈനൽ എനർജി എന്താണ്? എം ഫൈനൽ മൈനസ് യു ഫൈനൽ മൈനസ് ഇനീഷ്യൽ എനർജി എന്താണ്? എം ഇനീഷ്യൽ മൈനസ് യു ഇനീഷ്യൽ. ഇതാണ് ഇക്വേഷൻ ഉണ്ടാവുക. ഇനി ഇതിൽ നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? Q മൈനസ് ഡബ്ല്യു പ്ലസ് എം ഐ എച്ച് ഐ മൈനസ് എം ഇ എച്ച് ഇ ഈക്വൽ ടു m2 u2 മൈനസ് m1 u1 എന്ന് കിട്ടും. Q മൈനസ് ഡബ്ല്യു പ്ലസ് എം ഐ എച്ച് ഇ മൈനസ് എം ഇ എച്ച് ഇ ഈക്വൽ ടു m2 u2 മൈനസ് m1 u1 എന്ന് കിട്ടും. ഇതാണ് അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിലുള്ള ഇക്വേഷൻ ഓഫ് എനർജി ഇക്വേഷൻ. Q മൈനസ് ഡബ്ല്യു പ്ലസ് എം ഐ എച്ച് ഇ മൈനസ് എം ഇ എച്ച് ഇ ഈസ് ഈക്വൽ ടു m2 u2 മൈനസ് m1 u1. ഇനി അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിലെ 2 എക്സാമ്പിൾ ആണ് ചാർജിങ് ഓഫ് റിജിഡ് വെസൽ ഫ്രം സപ്ലൈ ലൈൻ, പിന്നെ ഡിസ്ചാർജിങ് ഓഫ് റിജിഡ് വെസൽ. ഇത് രണ്ടും അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിലുള്ള എക്സാമ്പിൾ. നമ്മൾ ചാർജിങ് ഓഫ് റിജിഡ് വെസൽ ഫ്രം സപ്ലൈ ലൈനിന്റെ കേസ് നോക്കുക. ഇനീഷ്യലി നമ്മുടെ കൺട്രോൾ വോളിയം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു എംപ്റ്റി ബോട്ടിലാണ്, ഒരു റിജിഡ് എംപ്റ്റി ബോട്ടിലാണ്, വെൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള റിജിഡ് എംപ്റ്റി ബോട്ടിൽ. ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് m1. സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള മാസ് m1. ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള മാസ് സിസ്റ്റം എംപ്റ്റി ആണെങ്കിൽ, ബോട്ടിൽ ഇനീഷ്യലി എംപ്റ്റി ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? m1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതുപോലെ ഫൈനൽ സ്റ്റേറ്റിലുള്ള മാസാണ് m2. അതിലേക്ക് ഒരു mi മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഫൈനൽ സ്റ്റേറ്റിലുള്ള മാസ്, സിസ്റ്റം ഇനീഷ്യലി എം ടി ആണ്, അങ്ങനെയാണെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിലുള്ള മാസ് M2 എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ബോട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന മാസ് MIക്ക് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ഈ കണ്ടീഷൻസിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നെഗ്ലക്ട് ചെയ്യുന്നു. അതുപോലെ വെൽ ഇൻസുലേറ്റഡ് എൻവയോൺമെന്റ് ആയതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്, വർക്ക് ഡൺ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിലുള്ള ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Q 0 ആണ്, ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്, വർക്ക് ഡൺ 0 ആണ്. ഇനീഷ്യൽ MIHI കിട്ടും. ME മാസ് അറ്റ് എക്സിറ്റ് എന്താണ്? 0 ആണ്. കാരണം ഇതിലേക്ക് ബോട്ടിൽ ഫില്ല് ചെയ്യുന്നതാണ്, ബോട്ടിൽ എക്സിറ്റ് ഇല്ല, അപ്പോൾ മാസ് അറ്റ് എക്സിറ്റ് എന്താണ്? 0 ആണ്. പിന്നെ M2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? MIക്ക് ഈക്വൽ ആയിരിക്കും. M1 അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള ബോട്ടിലിന്റെ മാസ് M1 എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റിൽ ബോട്ടിൽ എംറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാൻ പറ്റും? MIHI ഈസ് ഈക്വൽ ടു M2U2 എന്ന് എഴുതാൻ പറ്റും. MIHI ഈസ് ഈക്വൽ ടു M2U2. ഇനി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഫൈനൽ സ്റ്റേറ്റിലുള്ള മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന മാസിന് ഈക്വൽ ആയിരിക്കും. അതായത് M2 ഈസ് ഈക്വൽ ടു MI ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? HI ഈസ് ഈക്വൽ ടു U2 എന്ന് എഴുതാം. HI ഈസ് ഈക്വൽ ടു U2 എന്ന് എഴുതാം. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ദ ബോട്ടിൽ, ബോട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഫൈനൽ ഇന്റേണൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ബോട്ടിൽ, ബോട്ടിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെ ഫൈനൽ ഇന്റേണൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ദ ബോട്ടിൽ എങ്ങനെ എഴുതാം? CP ഇൻറ്റു TI എന്ന് എഴുതാം. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു ടെമ്പറേച്ചർ അറ്റ് ഇൻലെറ്റ് എന്നെഴുതാം. അതുപോലെ ഫൈനൽ ഇന്റേണൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് നമുക്ക് എങ്ങനെ എഴുതാം? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ടെമ്പറേച്ചർ അറ്റ് എക്സിറ്റ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ എങ്ങനെ എഴുതാം? T2 ഈസ് ഈക്വൽ ടു ഗാമ TI എന്ന് എഴുതാം. T2 ഈസ് ഈക്വൽ ടു ഗാമ TI. അതായത് ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡിയബാറ്റിക് ഇൻഡെക്സ് ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഫ്ലൂയിഡ് അറ്റ് ഇൻലെറ്റ്, അതിന് ഈക്വൽ ആയിരിക്കും. T2 ഈസ് ഈക്വൽ ടു ഗാമ TI. അപ്പോൾ ഇതാണ് ചാർജിങ് ഓഫ് റിജിഡ് വെസൽ ഫ്രം സപ്ലൈ ലൈനിന്റെ കേസിലെ അൺസ്റ്റഡി ഫ്ലോ ഇക്വേഷൻ. HI ഈസ് ഈക്വൽ ടു U2. അതായത് എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ബോട്ടിൽ ഈസ് ഈക്വൽ ടു ഫൈനൽ ഇന്റേണൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ബോട്ടിൽ. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. ഡിസ്ചാർജിങ് ഓഫ് എ ഫ്ലൂയിഡ് ഫ്രം പ്രഷറൈസ്ഡ് വെസൽ. ഒരു പ്രഷറൈസ്ഡ് വെസലാണ് നമ്മുടെ സിസ്റ്റം. അതിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. നമ്മുടെ ഇനീഷ്യലി സിസ്റ്റത്തിലെ ഇനീഷ്യൽ സ്റ്റേറ്റിലെ മാസ് M1 ആണ്. അതിൽ നിന്നും ഒരു ME മാസ് എക്സിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റിലുള്ള മാസ് ആണ് എന്ത്? M2. അങ്ങനെയാണെങ്കിൽ മാസ് ബാലൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുന്ന എമൗണ്ട് ME നമുക്ക് എന്ത് എഴുതാം? M1 മൈനസ് M2 എന്ന് എഴുതാം. ഇനീഷ്യലുള്ള മാസ് മൈനസ് ഫൈനലിലുള്ള മാസ് ആയിരിക്കും എന്ത്? എക്സിറ്റ് ചെയ്യുന്ന മാസിന് ഈക്വൽ. അതായത് ടോട്ടൽ മാസ് ലീവിംഗ് ദ ബോട്ടിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിഡക്ഷൻ ഓഫ് മാസ് ഇൻ ബോട്ടിലായിരിക്കും. ബോട്ടിന്റെ ഉള്ളിലുള്ള മാസിൽ എത്ര റിഡക്ഷൻ ഉണ്ടാകുന്നോ അത്രയും എമൗണ്ട് ആയിരിക്കും എന്ത്? ലീവ് ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത്. ഇനി മാസ് അറ്റ് ഇൻലെറ്റ്, ഈ ബോട്ടിലേക്ക് ഇൻലെറ്റ് വരുന്നില്ല, ഇതിന്ന് എക്സിറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് MI നമുക്ക് എന്ത് എഴുതാം? MI എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇത് നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ അൺസ്റ്റഡി ഫ്ലോറിന്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ബോട്ടിലാണ്. വർക്ക് ഡൺ എന്താണ്? 0 ആണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നെഗ്ലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? Q 0 ആണ്, W 0 ആണ്, MI മാസ് അറ്റ് ഇൻലെറ്റ് 0 ആണ്. ഇവിടുന്ന് മാസ് ബോട്ടിൽ നിന്ന് മാസ് എന്ത് ചെയ്യുന്നത്? എക്സിറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാസ് അറ്റ് ഇൻലെറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഫൈനലി എങ്ങനെ കിട്ടും? മൈനസ് MEH ഈസ് ഈക്വൽ ടു M2U2 മൈനസ് M1U1 എന്ന് കിട്ടും. മൈനസ് MEH ഈസ് ഈക്വൽ ടു M2U2 മൈനസ് M1U1. ഇവിടെ നമുക്ക് MEക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ME ഈസ് ഈക്വൽ ടു M1 മൈനസ് M2 ആണ്. ലീവ് ചെയ്യുന്ന മാസ്, ബോട്ടിൽ നിന്ന് ലീവ് ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് എന്താണ്? ബോട്ടിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ ഇൻ മാസിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് MEക്ക് പകരം M1 മൈനസ് M2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മൈനസ് ME എഴുതുമ്പോൾ M2 മൈനസ് M1 ഇൻറ്റു H ഈസ് ഈക്വൽ ടു M2U2 മൈനസ് M1U1 എന്ന് കിട്ടും. M2 മൈനസ് M1
ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു m2u2 മൈനസ് m1u1. ഇതാണ് ഡിസ്ചാർജിങ് ഓഫ് ഫ്ലൂയിഡ് ഫ്രോം എ പ്രഷറൈസ്ഡ് വെസലിന്റെ കേസിലുള്ള എനർജി ഇക്വേഷൻ. അൺസ്റ്റഡി ഫ്ലോ പ്രോസസിന്റെ കേസിലുള്ള എനർജി ഇക്വേഷൻ m2 മൈനസ് m1 ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു m2u2 മൈനസ് m1u1. ഇനി ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എം ടി ചെയ്യുകയാണെങ്കിൽ, അതായത് ബോട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാസ് ലീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ മാസ് m2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോട്ടിന്റെ ഉള്ളിലുള്ളത് 0 ആയിരിക്കും. m2 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? h ഈസ് ഈക്വൽ ടു u1 എന്ന് എഴുതാം. h e ഈസ് ഈക്വൽ ടു u1. അതായത് എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് അറ്റ് എക്സിറ്റ് ഈക്വൽ ടു ഇനീഷ്യൽ ഇന്റേണൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് എഴുതാം. എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് അറ്റ് എക്സിറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇന്റേണൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്സിന്റെ കേസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കാനുള്ളത്. അപ്പോൾ തെർമോഡൈനാമിക്സിന്റെ ഈ പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനും അൺസ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.